ഹലോ ഗായ്സ്, ഹാപ്പി ഓണം എല്ലാവർക്കും. ഞങ്ങൾ ഓണം ട്രിപ്പിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തായി പറയുന്നത്. ആക്ച്വലി ഞങ്ങൾ പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി. അതിൻ്റെ പേരിന് ചെറിയൊരു മാറ്റം വരുത്തണം. അപ്പോൾ അത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ബട്ട് ഞാൻ എന്ത് വിചാരിച്ചു, ചുമ്മാ ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് വയ്ക്കാം, എപ്പോഴെങ്കിലൊക്കെ ആവശ്യം വരും. ഓക്കെ, അപ്പോൾ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ റൂട്ട് പക്ഷേ ക്യാമറ എങ്ങനെ തിരിക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. അങ്ങനെ അറ്റ് ലാസ്റ്റ് നമ്മൾ ഫ്രണ്ട് ക്യാമറ എടുത്തു. നമ്മളിപ്പോൾ ഒരു കൺട്രി സൈഡിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കണേ. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ സ്റ്റേ ചെയ്യുന്ന എയർബിഎൻബി നമ്മളിപ്പോൾ ടൗണിൽ നിന്ന് കുറച്ച് ദൂരെ മാറിയാണ്. അതുകൊണ്ട് തന്നെ നല്ല രസമാണ് നമ്മൾ പോണ വഴിയൊക്കെ കാണാനായിട്ട്. ഇപ്പോൾ നമ്മുടെ വിൻ്ററിലേക്ക് കടക്കും, അതിന് മുമ്പുള്ള ഫോൾ ടൈമാണിത്. അതുകൊണ്ട് തന്നെ കാണാൻ നല്ല രസമാണ്. ഒരുതരം മിക്സ്ഡ് കളറാണ്, അതായത് ഓറഞ്ചും യെല്ലോയും ഗ്രീനും എല്ലാം കൂടി മിക്സ് ചെയ്തായിരിക്കും നമ്മുടെ മരമൊക്കെ കാണാൻ. സോ നല്ല ഭംഗിയാണ് ഈ വഴി കൂടെ പോകുമ്പോൾ. അധികം ട്രാഫിക്കില്ല. കൺട്രി സൈഡ് ആയതുകൊണ്ട് തന്നെ നല്ല രസമാണ് ഓടിക്കാനും, വണ്ടി ഓടിക്കാനും നല്ല റസമാണ്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ട്രാഫിക്കില്ല, വളരെ സ്മൂത്തായിട്ട് നമുക്ക് പോകാൻ പറ്റും. അങ്ങനെ ഇതാണ് നമ്മൾ എടുത്ത എയർബിഎൻബി. നമുക്ക് കാണാൻ 2 വീടുണ്ട്. നമ്മൾ മൊത്തം 13-12 പേരുണ്ടായിരുന്നു. നമ്മളുടെ വീടായിരുന്നു ഈ എയർബിഎൻബിക്ക് അടുത്ത്. ഏകദേശം 1.5 മണിക്കൂർ ട്രാവൽ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളാണ് ആദ്യം എത്തിയത്. ഞാനും അനത്തും കുഞ്ഞാവയാണ് ആദ്യം എത്തിയത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു കുറച്ച് വീഡിയോ ഒക്കെ ആദ്യം എടുത്ത് വെച്ചേക്കാമെന്ന്. നല്ല അടിപൊളി എയർബിഎൻബി ആയിരുന്നു. കുറച്ച് പഴയ വീടാണ്, പക്ഷെ ഭയങ്കര സ്പേഷ്യസ് ആണ്. ട്രാംപ്ലിനുണ്ട് നമുക്ക്, പിന്നെ പൂളുണ്ട്. നല്ല സ്പേഷ്യസ് ആയ നല്ലൊരു എയർബിഎൻബി ആയിരുന്നു. നമ്മളപ്പോൾ അവർക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. അവർ വരണ വരെ നമ്മൾ എയർബിഎൻബിയൊക്കെ ചുറ്റി കറങ്ങി സ്ഥലവും പരിസരമൊക്കെ ഒന്ന് മനസ്സിലാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയതാണ്. നല്ല രസമാണ് മൊത്തത്തിൽ. ആംബിയൻസും എല്ലാം കൊള്ളാം. നമ്മൾ ടൗണിൽ നിന്ന് മാറി കൺട്രി സൈഡിലേക്ക് വരുമ്പോഴുള്ളൊരു ആംബിയൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ലൊരു സ്ഥലം, നല്ലൊരു എയർബിഎൻബി, നല്ലൊരു പ്ലേസ്. അങ്ങനെ ഇത് നമ്മുടെ ഓണപ്പരിപാടിയാണ്. നിങ്ങളൊക്കെ ഇങ്ങനെ അലച്ചാൽ എങ്ങനാ ചിന്നു? ഇതാണ് നമ്മുടെ സെബാസ്റ്റ്യൻ അച്ചായനും ജോണും നീന ചേച്ചിയും. ഇത് മിസ്റ്റർ ക്രിസ്റ്റി, സന്ദീപ്. ഇത് പേരെന്ത്? ഇതാണ് ടോണി എന്ന് പറയുന്ന അലക്സ്. ഓക്കെ, അപ്പം ഇത് ഓക്കെ. സന്ദീപിന് ഇൻട്രൊഡക്ഷൻ. റൈറ്റ് ഹാൻഡ് ഫാസ്റ്റ് ബോളർ, ഓക്കെ. റൈറ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻ, ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ, കോളേജ് ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ. നിനക്ക് വല്ല കല്യാണ ആലോചനയ്ക്ക് സ്പോർട്സ് പരമായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ, താല്പര്യം ഉണ്ടെങ്കിൽ ബന്ധപ്പെടുക. ഓക്കെ. ഇത് എടാ ഇൻട്രൊഡ്യൂസ് ചെയ്യടാ, ചുമ്മാ ഇൻട്രൊഡ്യൂസ് ചെയ്യും. നീ ആരാന്നൊക്കെ പറ. അറിയില്ല. അച്ഛാ ഇൻട്രൊഡ്യൂസ് ചെയ്തോ, ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ പോലെ. ഹായ്, ഹലോ, ദിസ് ഇസ് സെബാസ്റ്റ്യൻ ആൻഡ് നീന വിത്ത് ജോൺ. ചക്കു അവിടെ ഫോണിൽ കളിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഓണപ്പരിപാടി സ്റ്റാർട്ടായി. മീൻ വറുത്തോണ്ടിരിക്കുകയാണ്. ഓണത്തിനാണ് മീൻ. അപ്പം ഞാൻ പിടിച്ച മീൻ അടുത്ത് വറുക്കാൻ വെക്കണം. അപ്പം ബാക്കിയുള്ള വീഡിയോ വഴിയെ വരുന്നതായിരിക്കും. ഇൻട്രൊഡക്ഷൻ വേണമെങ്കിൽ പറഞ്ഞോ, സെൽഫായിട്ടൊന്ന് പറഞ്ഞു ഇൻട്രൊഡക്ഷൻ. എന്റെ പേര് റിക്സി, കോട്ടയത്ത് നിന്നാണ്, നാട്ടിന്ന്. അത് മതി. ഓണാഘോഷമാണ്. ഇത് രേഷ്മ. പറയൂ രേഷ്മ, ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. അത് നാണം. ചിലപ്പോ നാളെ ഇതിന് വൈറലായി കഴിഞ്ഞാ പിന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഇൻഡിപെൻഡന്റ് യൂട്യൂബ് ചാനൽ. അയ്യവാ, ഓണസദ്യ കിറ്റ് കാണിച്ചില്ലല്ലോ. ഇതാണ് നമ്മുടെ ഈ പ്രാവശ്യത്തെ ഓണസദ്യ. Oh girls, chill.
the says happy Onam. അമ്മച്ചീസ്. തിരുവോണ ആശംസകൾ. Wow. Wow. ഇതൊന്നും ഇതെല്ലാം പപ്പടം ആര് പൊളിക്കും? അത് പൊളിക്കാം. മത്തിയോടെ വേറെ വറുത്ത് വെച്ചിട്ടുണ്ടോ? വാവ്, ഇതെന്ത് സാധനം? ലെമൺ പിക്കിൾ. വാവ്, മാംഗോ പിക്കിൾ. വാവ്, ബീട്രൂട്ട് പച്ചടി. ബീട്രൂട്ട് പച്ചടി. കാലൻ. കാളനല്ല കാളൻ. കാളൻ. നല്ല അവിയൽ. എല്ലാം ഭയങ്കര സാമ്പാർ. and the best part is like all the എല്ലാ പെട്ടിയും എല്ലാ പെട്ടികളും ഇംഗ്ലീഷ് പറ. and the best part is all the boxes are microwavable. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. മലയാളം. അയ്യോ അത് വേണ്ട, അത്ര വേണ്ട, അത് വേണ്ട, മലയാളം മതി. ഓക്കെ, 1 2 3 സ്റ്റാർട്ട്. and the best part is like all the boxes എല്ലാ പെട്ടികളും മൈക്രോവേവിന്റെ അകത്ത് കൊണ്ടെത്താവാം. പറയണ്ടേ എന്താ അറിയോ? കാനഡയിൽ വന്ന് ലാൻഡ് ചെയ്തപ്പോൾ മലയാളം മറന്നുപോയത് മലയാളി. ഓക്കെ, സെറ്റ് സെറ്റ്. തിരിച്ചിടാനല്ല, കൊണ്ട് മൈക്രോവേവ്. സമയമെടുത്ത് കുക്ക് ചെയ്യാൻ പറ്റാത്തവർക്ക് ഇതൊരു നല്ല ഓപ്ഷൻ ആണ്. ശർക്കര വരട്ടിയുടെ ക്വാണ്ടിറ്റി ശർക്കര വരട്ടിയല്ല, എന്റെ പിള്ളേരെ കാണിച്ചിട്ട് വരട്ടെ. ധോനി 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 ടക്കുവേ ടക്കുവേ. ജോണി അവിടെ ഉണ്ട്. എല്ലാവരും ഒരു ഹാപ്പി ഓണം പറയൂ. ഹാപ്പി ഓണം. പൊളിക്കും നമ്മൾ. അങ്ങനെ അടിപൊളി ഓണപ്പരിപാടി കഴിഞ്ഞ് ഫുഡടി കഴിഞ്ഞ് എല്ലാവരും കുറച്ചേരം കിടന്ന് ഉറങ്ങി. നല്ലൊരു റെസ്റ്റ് എടുത്തു എല്ലാവരും. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു എല്ലാവർക്കും. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അടുത്തുള്ളൊരു പാർക്കിലോട്ട് പോയി. ഒരു 15 minutes ഡ്രൈവ് ഫ്രം ദി ഹോം ഇൻ ദ സെൻസ് Airbnb. അവിടെ പോയി കുറച്ച് നേരം അവിടെ നടന്നു. കുറച്ച് ഫ്രഷ് എയറൊക്കെ ബ്രീത്ത് ചെയ്തപ്പം നല്ല ആശ്വാസം, നല്ല റിലീഫ്. ശരിക്കും എല്ലാവർക്കും ഒരു നല്ലൊരു റിലീഫായിരുന്നു ഈ ഒരു വെക്കേഷൻ, ഈ ഒരു ഓണപ്പരിപാടി. ജോലിയുടെ തിരക്കും ബാക്കിയുള്ള സ്ട്രെസ്സിൽ നിന്ന് എല്ലാവരും ഒരു റിലീഫ് തേടുമായിരുന്നു. അതിപ്പോൾ കിട്ടി എല്ലാവർക്കും. അതെ, എല്ലാവരും മുഖത്ത് ആ സന്തോഷം കാണാനുണ്ടായിരുന്നു. കുറേ നാട്ടുവിശേഷങ്ങൾ പറഞ്ഞു, നാട്ടിലെ സംഭവ വികാസങ്ങളൊക്കെ പറഞ്ഞു, കനേഡിയൻ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നു കുറേ നേരം എല്ലാവരും. അവിടെ കുറേ പേരുണ്ട് പാർക്കിൽ. ലൈക്ക് അവർ ബീച്ച് കാണാൻ വന്നതും ഫുഡ് കുക്ക് ചെയ്ത് കഴിക്കാൻ വരുന്ന ആൾക്കാരും ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഓണപ്പരിപാടികളൊക്കെ കഴിഞ്ഞു. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. താങ്ക് യു. വീണ്ടും കാണാം.